ഹായ് അസ്സലാമു അലൈക്കും. നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് അളവിൽ അരിപ്പൊടി എടുക്കാം. പിന്നീട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 2 പിടി തേങ്ങ ചിരകിയത്, 2-3 ചുവന്നുള്ളി, അതേപോലെ നല്ല ജീരകം, ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നമുക്ക് നൂലപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന വിധം നല്ല രീതിയിൽ കുഴച്ചെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്തേക്കൊരു പാൻ വെച്ചിട്ട് 1.5 സവാള ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കൊഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 1/2 തക്കാളി ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് കൊഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു പുഴുങ്ങിയ മുട്ടയാണ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പിടി തേങ്ങായും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ഈ മുട്ടയ്ക്ക് പകരം ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വെന്തുടച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് മാറ്റിവെച്ച മാവിനോട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ച് ഓരോ ബോൾസിലും നമുക്ക് ഈ ഗ്രേവി ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ എല്ലാം ചെയ്ത ശേഷം നമുക്കൊരു സ്റ്റീമർ വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു വാഴ ഇല വെച്ചിട്ടാണ് ഈ ബോൾസ് എല്ലാം അതിനായിട്ട് വെച്ച് കൊടുക്കുന്നത്. അന്നേരം നല്ലൊരു മണമൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നീട് എല്ലാവർക്കും വീട്ടിൽ രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ഫുഡുമാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. നമ്മുടെ ചാനൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു. ബൈ.